മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. കുറേ മാസങ്ങൾക്ക് അല്ലെങ്കിൽ വർഷങ്ങൾക്ക് മുമ്പ് ഹൈന്ദവ സംഘടനകൾ മറ്റ് മതങ്ങളിലേക്ക് പോയ ഹിന്ദുക്കളെ തിരിച്ചു കൊണ്ടുവരുന്ന പ്രക്രിയ നടത്തിയിരുന്നു. ഘർ വാപസി എന്ന പേരിൽ അതിനൊത്തിരി ഒച്ചപ്പാടുണ്ടായി. ഇങ്ങനെ ഒച്ചപ്പാടുണ്ടാവാൻ കാരണം ശരിക്കും ആവശ്യമില്ലാത്ത ഒരു പ്രസിദ്ധിയും പരസ്യവും അതിന് കൊടുത്തു. ക്രിസ്ത്യാനികൾ ഹിന്ദുക്കളെ മതം മാറ്റുന്നുണ്ട്, സൈലന്റ് ആയിട്ടാണ് ചെയ്യാറുള്ളത്. മുസ്ലിങ്ങൾ മതം മാറ്റാറുണ്ട്, കുറച്ച് വയലന്റ് ആയിട്ടാണ്. അത് പ്രതികരണം ഉണ്ടാവുന്നുമുണ്ട്. ഇന്ന് ഹൈന്ദവ ജനത അഭിമാനത്തോടുകൂടി തല ഉയർത്തി നിൽക്കാൻ തുടങ്ങിയിരിക്കുന്ന ഒരു കാലഘട്ടം. ഹൈന്ദവ ജനതയുടെ മഹത്വം ഇടതുപക്ഷവും വലതുപക്ഷവും മധ്യപക്ഷവും ക്രിസ്ത്യാനിയും ഹിന്ദുവും മുസ്ലിമും മനസ്സിലായി തുടങ്ങിയിരിക്കുന്ന ഒരു കാലഘട്ടം. ഈ കാലഘട്ടത്തിൽ എനിക്ക് നേരിട്ട് കാണാൻ സാധിച്ചത്, ഞാൻ പല പ്രഭാഷണങ്ങളിലും പറഞ്ഞതാണ്, അടുത്ത കാലത്ത് പാലക്കാട് യാത്രയുണ്ടായിരുന്നു പ്രഭാഷണത്തിന്. ഏതാണ്ട് 9 സ്ഥലത്ത് പ്രഭാഷണം നടത്തി. ഇന്നലെയും മിനിഞ്ഞാന്നും എല്ലാം തിരുവനന്തപുരത്തെ ക്ലാസ്സുകൾ ഉണ്ടായിരുന്നു. കുറേ ക്ലാസ്സുകൾ. എല്ലായിടത്തും ഹിന്ദു എന്ന പേരിൽ അഭിമാനിക്കാൻ നമുക്ക് സാധിക്കണം. ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്ന് പ്രാർത്ഥിച്ച ഒരു ധർമ്മത്തിന്റെ അവകാശികളാണ് നമ്മൾ. ലോകത്തിലെ ഒരു രാഷ്ട്രത്തിലും ഹിന്ദു ദേശീയ മതമായിട്ടില്ല. എങ്കിലും 110 കോടി ജനങ്ങൾ ഹിന്ദുക്കളായിട്ട് ജീവിക്കുന്നു. ഒരു ബിഷപ്പും ഒരു മെത്രാനും ഒരു പോപ്പും ഒരു ശങ്കരാചാര്യരും നമ്മളെ നിയന്ത്രിക്കാനോ നമ്മളെ മാർഗദർശനം തരാനോ പോസിറ്റീവായാലും നെഗറ്റീവായാലും ഇല്ലാത്തൊരവസ്ഥ. സ്വയം നമ്മുടെ ധർമ്മം പഠിപ്പിച്ച് ആചരിച്ച് നിലനിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മുടേതായിട്ടുള്ള ധാർമ്മിക മൂല്യങ്ങളെ ലോകം മുഴുവൻ 2 കൈ നീട്ടി സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ജീവിക്കാൻ ഭാഗ്യം കിട്ടിയ നമ്മൾ, ഞാൻ ഈ പാലക്കാടും തിരുവനന്തപുരത്തും നടന്ന പ്രഭാഷണങ്ങളിലെല്ലാം ഇത് പറഞ്ഞതിന് ശേഷം ഹിന്ദുവായിട്ട് ജീവിക്കുന്നതിൽ അഭിമാനിക്കണം. അതുകൊണ്ട് മറ്റു മതങ്ങളെ അവഹേളിക്കണമെന്നോ അവർക്കെതിരെ പ്രവർത്തിക്കണമെന്നോ യാതൊരു അർത്ഥവും അതിനകത്തില്ല. എൻ്റെ വീട്ടിൽ ഉണ്ടാക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ നല്ല ടേസ്റ്റ് ഉള്ളതാണ് എന്ന് ഞാൻ പറയുമ്പോൾ അടുത്ത വീട്ടിലുള്ളതെല്ലാം ടേസ്റ്റ് ഇല്ലാത്തതാണെന്നുള്ള അർത്ഥമൊന്നും അതിനകത്തില്ല. ഭ്രമരം എന്ന സിനിമ നല്ലതാണെന്ന് പറയുമ്പോൾ മറ്റെല്ലാ സിനിമയും മോശമാണെന്നുള്ള അർത്ഥമൊന്നുമില്ല. പാപ്പനംകോട് പ്രദേശം ക്ലീൻ ആൻഡ് നീറ്റ് ആണെന്ന് ഞാൻ പറയുമ്പോൾ മറ്റെല്ലാ പ്രദേശവും ഡർട്ടി ആണെന്നുള്ള അർത്ഥമൊന്നും അതിനകത്തില്ല. എൻ്റെ ടൈലർ നല്ല രീതിയിലാണ് എൻ്റെ ഷർട്ട് തയ്ക്കുന്നത് എന്ന് പറയുമ്പോൾ ലോകത്തിലുള്ള മറ്റ് ടൈലറുകളെല്ലാം നല്ല രീതിയിലല്ല എന്ന അർത്ഥമൊന്നും അതിനകത്തില്ല. ഹിന്ദു ധർമ്മം ധന്യമായിട്ടുള്ളൊരു ധർമ്മം, അത് നമ്മുടെ ധർമ്മം, നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗം. അതില് ഹിന്ദുവായിട്ട് ജീവിക്കുന്നതിൽ തല ഉയർത്തി നിന്ന് അഭിമാനിക്കണം എന്ന് പറയുമ്പോൾ അത് സ്വീകരിക്കുന്നവർ എത്ര പേരുണ്ട് എന്നറിയാൻ വേണ്ടി ഞാൻ അവരുടെ പ്രതികരണം, പ്രഭാഷണം കഴിഞ്ഞ് സംഘാടകരുടെ പ്രതികരണവും പ്രഭാഷണം കഴിഞ്ഞ സ്റ്റേജിൽ നിന്ന് ഇറങ്ങുമ്പോൾ അവിടെ കൂടിയിരുന്നവരോട് ചോദിക്കാറുണ്ട്. ഇന്നലെയും ഞാൻ ചോദിച്ചു. ഇന്നലെ ക്ലാസ് എടുത്ത ഭഗവത്ഗീതയെക്കുറിച്ചാണ്. ഞാൻ ക്ലാസ് എടുത്തത് 15 പോയിന്റുകൾ നമ്മുടെ പൈതൃകത്തെക്കുറിച്ച്. അവരെല്ലാം പറഞ്ഞത്, സാറ് ഇപ്പോഴാണ് ഹിന്ദു ആണെന്ന് പറയാൻ അഭിമാനം തോന്നുന്നത്. അതിന് കാരണവും ഞങ്ങൾക്ക് മനസ്സിലായി. ഈ ഹിന്ദു ആണെന്നുള്ളതിൽ അഭിമാനിക്കാൻ തുടങ്ങിയപ്പോൾ ഹിന്ദു ധർമ്മത്തിൽ നിന്ന് പുറത്തേക്ക് പോയവർക്കും ആ അഭിമാനം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. എല്ലാവർക്കും അല്ലെങ്കിൽ കുറച്ചു പേർക്കെങ്കിലും. അവർക്കിനി തിരിച്ചു വരണമെന്ന് തോന്നിയെന്ന് വിചാരിക്കുക. തീർച്ചയായിട്ടും അവർക്ക് തിരിച്ചു വരാനുള്ള അവസരം ഉണ്ടാക്കേണ്ടത് ഹിന്ദുക്കളാണ്. യേശുദാസിനെ ഗുരുവായൂരിൽ കയറ്റില്ല എന്നുള്ളത് ഒരു ഹിന്ദുവിനും പറയാൻ അവകാശം ഇല്ലാത്തതാണ്. ഹിന്ദു പറയുകയില്ല. അത് ഗവൺമെന്റ് അമ്പലമാണ്, ഗവൺമെന്റാണ് തീരുമാനം എടുക്കേണ്ടത്. നമ്മുടെ ആറ്റുകാലിലായാലും ശബരിമലയിലായാലും മറ്റ് അനവധി ക്ഷേത്രങ്ങളിലായാലും ഇപ്പോ 100 കണക്കിന് ക്രിസ്ത്യാനികൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. ഡസൻ കണക്കിന് മുസ്ലിങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്. മാത്രമല്ല ഹിന്ദുക്കൾക്ക് 33 കോടി ദേവന്മാരെന്ന സാങ്കല്പിക ദേവസങ്കല്പത്തിന്റെ കൂട്ടത്തിൽ ഒരു യഹോവയെയും ഒരു അള്ളാഹുവിനെയും ചേർക്കാനൊന്നും നമുക്ക് ഒരു വിഷമവും ഇല്ല. ആയിരക്കണക്കിന് ഗ്രന്ഥങ്ങളും ആയിരക്കണക്കിന് ആചാര്യന്മാരുമുള്ള ഹിന്ദു ധർമ്മത്തില്
ഒരു ബൈബിളും ഖുറാനും വെക്കാനൊന്നും നമുക്ക് ഒരു വിഷമം ഉണ്ടാവാൻ സാധ്യതയില്ല. ഒരു യേശുക്രിസ്തുവിനെയോ ഒരു പ്രവാചകനെയോ നമ്മുടെ കൂട്ടത്തിൽ ചേർക്കാനും ആയിരക്കണക്കിന് ഋഷീശ്വരന്മാരുള്ളവരുടെ കൂട്ടത്തിൽ ചേർക്കാൻ നമുക്ക് ഒരു വിഷമം ഉണ്ടാവില്ല. അങ്ങനെയുള്ള കാലഘട്ടത്തിൽ പണ്ട് എങ്ങനെയാണോ മറ്റു മതത്തിൽ നിന്നുള്ളവർക്ക് ഇങ്ങോട്ട് വരാൻ താല്പര്യമുള്ളത്, അതിപ്പോഴും താല്പര്യമുണ്ടെങ്കിൽ വലിയ പരസ്യവും പ്രസിദ്ധിയും ആവശ്യമില്ലാത്ത ഫോട്ടോ പ്രൊജക്ഷനും ഇല്ലാതെ കേരളം മുഴുവനും ഭാരതം മുഴുവനും ഇങ്ങോട്ട് വരാൻ താല്പര്യമുള്ളവരെ ഒരു പ്രലോഭനവും ഇല്ലാതെ ഒരു തരത്തിലും ചതിച്ചോ വഞ്ചിച്ചോ പറ്റിച്ചോ ഉള്ള വഴിയിലൂടെ നടത്താതെ സ്വതന്ത്രമായിട്ട് വരാൻ താല്പര്യമുള്ളവർക്ക് വരാനുള്ള അവസരം ഒരുക്കുന്ന കാലമായിരിക്കുന്നു ഇപ്പോൾ കേരളത്തിലെ ഭാരതത്തില്. അതുകൊണ്ട് ഗർവാപസി എന്ന വാക്കോ ആവശ്യമില്ലാത്ത ഗണപതി ഹോമമോ പുണ്യാഹമോ ഒന്നും ഇവിടെ ആവശ്യമില്ല. കാരണം ഇവിടെ ആര് ഹിന്ദു ധർമ്മത്തിലേക്ക് തിരിച്ചു വരികയാണെങ്കിലും അവൻ ഹിന്ദു ആയിരുന്നവനാണ്. ആര്യാടൻ മുഹമ്മദ് സാർ പറഞ്ഞ പോലെ എൻ്റെ അച്ഛൻ്റെ അച്ഛൻ ഹിന്ദു ആയിരുന്നു, പിന്നെ വിശ്വാസത്തിൽ ഒരു മാറ്റമേ വരുത്തിയിട്ടുള്ളൂ. അത് MRI സ്കാനിങ്ങും CT സ്കാനിങ്ങും അല്ലെങ്കിൽ ECGയും EEG എടുത്താലൊന്നും അറിയാൻ പോണില്ല. അത് ശരീരം എല്ലാവരുടേതും ഒരേപോലെയാണ്, വിശ്വാസത്തിന്റെ പ്രശ്നമേ ഉള്ളൂ. ഞാൻ എന്നും പറയാറുള്ള മാതിരി ടോണി തോമസ് പാലാ സെന്റ് തോമസ് കോളേജിലെ പ്രൊഫസർ പറയുന്ന മാതിരി ഐ ആം എ ഹിന്ദു, മൈ ഇഷ്ട ദേവത ഈസ് ജീസസ് ക്രൈസ്റ്റ്. ഡോക്ടർ ജോസഫ് പുലിക്കുന്നേൽ പറയുന്ന മാതിരി ഐ ആം എ ഹിന്ദു, മൈ ഇഷ്ട ദേവത ഈസ് ജീസസ് ക്രൈസ്റ്റ്. അതുപോലെ ഡോക്ടർ CI ഐസക് CMS കോളേജ് കോട്ടയത്തിലെ വൈസ് പ്രിൻസിപ്പാള് ഹിസ്റ്ററി പ്രൊഫസർ പറയുന്ന മാതിരി ഐ ആം എ ഹിന്ദു, മൈ ചിൽഡ്രൻ ഓൾസോ ഹാവ് ഗോട്ട് ദ നെയിം ഓഫ് വസിഷ്ഠ, ഭൃഗു, വ്യാസ. മക്കളുടെ പേരൊക്കെ ഋഷിമാരുടെ പേരാണ്. ഐ ആം എ ഹിന്ദു, മൈ ഇഷ്ട ദേവത ഈസ് ജീസസ് ക്രൈസ്റ്റ്. ഇങ്ങനെ പറയുന്ന ഒരു ലെവലിലേക്ക് ഹിന്ദു ധർമ്മത്തിലേക്ക് വരാൻ താല്പര്യമുള്ളവരെ എല്ലാം സ്വകാര്യമായിട്ട് മുറിയടച്ചിട്ട് ചെയ്യണമെന്നല്ല ഞാൻ പറഞ്ഞത്. അമ്പലത്തിലോ എവിടെയാണെങ്കിലും വിരോധമില്ല, ധന്യമായിട്ട് അവരെ തിരിച്ചു കൊണ്ടുവരാനുള്ള മഹായജ്ഞം പണ്ട് ചെയ്ത അബദ്ധങ്ങൾ ആവർത്തിക്കാത്ത വിധത്തിൽ ചെയ്യാൻ സാധിക്കേണ്ട ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഒരു കാരണവശാലും ചതിച്ചും വഞ്ചിച്ചും പറ്റിച്ചും അവഹേളിച്ചും ചെയ്യരുത്. ധന്യമായി നന്മകൾ പറഞ്ഞുകൊടുത്ത് അത് ചെയ്യാൻ സാധിക്കട്ടെ. ആ ഉത്തരവാദിത്വം ഹൈന്ദവ ജനത സ്വീകരിക്കും. നാരായണ ഗുരുദേവൻ പറഞ്ഞതും ചെയ്തതുമായിട്ടുള്ളത് ഏത് വിഭാഗത്തിൽ നിന്നാണോ ഹിന്ദുക്കള് ക്രിസ്ത്യാനികളായത് ആ വിഭാഗത്തിലേക്ക് തിരിച്ചു വരിക. ബ്രാഹ്മണനാണ് സോക്കോൾഡ് ബ്രാഹ്മണൻ, എമ്പ്രാന്തിരിയോ നമ്പൂതിരിയോ ഭട്ടതിരിയോ അയ്യരോ അയ്യങ്കാരോ ആണ് ജാതി, ബ്രാഹ്മണൻ പൊസിഷൻ. നമ്പൂതിരിയാണ് മതം മാറിയതെങ്കിൽ തിരിച്ചു വരേണ്ടത് നമ്പൂതിരിയിലേക്ക് തന്നെയാണ്. നായരാണ് മതം മാറിയതെങ്കിൽ തിരിച്ചു വരേണ്ടത് നായരുടെ തറവാട്ടിലേക്ക് തന്നെയാണ്. ഈഴവ കുടുംബാംഗങ്ങളാണെങ്കിൽ ഈഴവ കുടുംബത്തില്. ഇനി വെള്ളാപ്പള്ളി നടേശനും ബാക്കിയുള്ളവരും പണ്ട് പറയുകയുണ്ടായി, ആർക്ക് വേണമെങ്കിലും ഞങ്ങളുടെ അടുത്തേക്ക് വരാം, അതുമാവാം. വളരെ ഗംഭീരമായിട്ട് അടുത്ത കാലത്ത് കേരള മന്ത്രിസഭ തീരുമാനമെടുത്തു, ജാതി എഴുതാൻ താല്പര്യമില്ലെങ്കിൽ എഴുതണ്ട, ഒരു ജാതി ഇല്ലാത്തതിലേക്ക് വരാൻ സാധിക്കും നമുക്ക്. അങ്ങനെ കഴിയുന്നത്രയും വ്യക്തികളെ തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു മഹായജ്ഞവും കൂടി വളരെ ധന്യമായിട്ട് ചെയ്യാൻ സാധിക്കട്ടെ. അത് ഈ സംസ്കാരത്തിന്റെ വളർച്ചയ്ക്കും ഉയർച്ചയ്ക്കും ഉതകുന്ന വിധത്തിൽ വേണം. അത് വയലന്റ് ആയിട്ടല്ല, അത് അർഹിക്കുന്ന ധന്യതയോടുകൂടി തന്നെ വേണമെന്നുകൂടി പ്രാർത്ഥിക്കുന്നു, അറിയിക്കുന്നു. പ്രണാമം, നമസ്കാരം.